ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് നല്ല പുതുപുത്തൻ കടയിലേക്ക് കിടക്കാം. എൻ്റെ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും എന്നേക്കാൾ 4 വയസ്സിന് മുതിർന്ന ചേട്ടനും ആണ് ഉള്ളത്. എൻ്റെ അച്ഛന് ഒരു ബേക്കറി ആൻഡ് കൂൾ ബാറുണ്ട്. അത് വീടിൻ്റെ അടുത്ത് തന്നെയാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കടയിൽ പോയിരിക്കണമെന്ന് അച്ഛൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നാൽ ബസ് സ്റ്റോപ്പിൽ ആളുകൾ വരുന്നതും പോകുന്നതും കാണാം. ഞാൻ 10 കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. കടയിലേക്ക് വരുന്ന പെൺകുട്ടികളെ വായ നോക്കിയും ശരീരത്തിൻ്റെ അളവെടുത്തും ഞാൻ സമയം കളഞ്ഞു. എൻ്റെ വളരെ നല്ല സ്വഭാവമായതുകൊണ്ടും നന്നായി പഠിക്കുന്നത് കൊണ്ടും എനിക്ക് ദൂരെയുള്ള ഒരു സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയത്. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പലരും പ്രൈവറ്റായാണ് പഠിക്കാൻ പോയത്. ഞാനും എൻ്റെ ചങ്കും ഇതിനും കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുതിയ സ്കൂളിലെ ആദ്യ ദിവസം തന്നെയാണ് ഞാനും അവന് നേരത്തെ തന്നെ സ്കൂളിലെത്തി. അവൻ കമ്പ്യൂട്ടർ സയൻസും ഞാൻ കൊമേഴ്സും ആണ്. കൊമേഴ്സിനടുത്തായിരുന്നു. ഞങ്ങൾ ക്ലാസ്സെല്ലാം കണ്ടുപിടിച്ച് ക്ലാസ് ചെന്നപ്പോൾ ഒരുവിധം കുട്ടികളെല്ലാം വന്നിരുന്നു. ബാക്ക് ബെഞ്ചെല്ലാം ഫുള്ളായിരുന്നു. ഞാൻ മടിച്ച് ഫസ്റ്റ് ബെഞ്ചിലിരുന്നു. ഒപ്പം ഇരിക്കുന്നവരെല്ലാം പരിചയപ്പെട്ടു. എല്ലാവരും ഒരു ബുജി ലുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം മിണ്ടാനൊന്നും പോയില്ല. അപ്പോൾ ഒരു ടീച്ചർ വന്ന് പേര് വേദിയത ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാണ്. ടീച്ചർ എടുക്കുന്ന വിഷയവും മറ്റു കാര്യങ്ങളെല്ലാം വിവരിച്ചു തന്നു. പേരൊക്കെ വിളിച്ച് റെഡിയാക്കി. പിന്നെ ക്ലാസ് തുടങ്ങുന്ന സമയം കഴിയുന്ന സമയം എല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ സമയം ഉച്ചയായി. ഞങ്ങളോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ വേഗം ബാഗെടുത്ത് പുറത്തിറങ്ങി. മിഥുൻ എന്നെ നോക്കി പുറത്തു നിൽക്കുന്നത് ഞാൻ കണ്ട് ഞങ്ങൾ വേഗം ബസ് സ്റ്റോപ്പിൽ പോയി നിന്നു. അവിടെ വെച്ച് ഞാൻ പെൺകുട്ടിയെ കണ്ടു. അവളെ കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. അപ്പോൾ ആണ് ഞാൻ എൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികളൊന്നും നോക്കിയില്ല എന്നോർത്തത്. ആ പുതിയ ക്ലാസ് ആയതുകൊണ്ടുള്ള ടെൻഷനായിരുന്നത് നോക്കാനൊന്നും നിന്നില്ല. ഞാൻ അവൾ കയറിയ ബസ്സിൽ കയറി. അവൾ എവിടെയാണ് ഇറങ്ങുന്നതെന്ന് നോക്കി. സ്ഥലമൊക്കെ നോക്കി വെച്ചു. അന്ന് വീട്ടിൽ നല്ല സന്തോഷത്തിലാണ് എത്തിയത്. എൻ്റെ ഏട്ടൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ശിങ്കാരി മേളം ടീമിൽ കൊട്ടാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അവന് വീട്ടിൽ നിന്ന് കാശൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിച്ചാൽ എനിക്ക് തരും. ഇടയ്ക്ക് ഞാൻ പോകാറുമുണ്ട്. അമ്മ പുതിയ സ്കൂളിൻ്റെ കാര്യവും എല്ലാം ചോദിച്ചു. എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു. പുറത്തിറങ്ങി. ഞാൻ കടയിലേക്ക് പോയപ്പോൾ അച്ഛൻ ഭക്ഷണം കഴിക്കാൻ പോയി. ഞാൻ ഉള്ളതുകൊണ്ട് ഇനി കുറച്ച് കഴിഞ്ഞ് പ്രതീക്ഷിച്ചാൽ മതി. ഞാൻ ഫോണിൽ കളിച്ചിരിക്കുന്ന സമയത്ത് ഡാ സിധു എന്ന വിളി കേട്ട് നോക്കിയപ്പോൾ എൻ്റെ കൂടെ പഠിച്ച രേഷ്മ നിൽക്കുന്നു. അവൾ കടയിൽ നിന്ന് സിപ്പപ്പ് വാങ്ങാനാണ് വന്നതെന്ന്. ഒരു ചരക്കാണ്. ആര് കണ്ടാലും നോക്കി നിൽക്കും. അളവൊന്നും അറിയില്ല. എങ്കിലും പ്രായത്തിൽ കവിഞ്ഞ വളർച്ച അവൾക്കുണ്ട്. അവൾ പുതിയ സ്കൂളിൽ പോയി വരുന്ന വഴിയാണ്. നന്നായി വിയർത്ത് നിൽക്കുന്ന അവളെ തന്നെ നോക്കിയിരിക്കുന്ന എന്നെ അവൾ നാണത്തോടെ നോക്കി. ചോദിച്ചു, എന്താടാ നീ ഇങ്ങനെ നോക്കുന്നത്? പണ്ട് നിൻ്റെ നോട്ടം അത്ര ശരിയില്ല. നീ ഇങ്ങനെ വന്ന് നിന്നാൽ ആരായാലും നോക്കും. ഞാൻ തിരിച്ചു വന്ന് എറിഞ്ഞു നോക്കി. ഓ, നമ്മളെ കാണാൻ ഇത്ര ഭംഗിയൊന്നുമില്ലേ? നീ അപ്പോൾ കണ്ണാടി ഒന്നും നോക്കാറില്ലേ പെണ്ണേ? നീ മുടിഞ്ഞ ഗ്ലാമറല്ലേ? ഞാൻ അവളെ നന്നായി പതപ്പിച്ചു. അത് കേട്ടപ്പോൾ അവളുടെ മുഖം ഒന്നുകൂടി തുടുത്തു. ഓ, നീ വെറുതെ സുഖിപ്പിക്കല്ലേ. അല്ലടി സത്യം, നിനക്ക് നടുവേദന ഉണ്ടായിരുന്നോ? ഇല്ല, എന്തെന്ന് ഞാൻ ചോദിച്ചത്. അല്ല, നീയൊക്കെ എങ്ങനെ താങ്ങി നടക്കുന്നു? അവളുടെ എല്ലായിടത്തും നോക്കിയാണ് ഞാൻ പറഞ്ഞത്. ചീ പോടാ എന്ന് പറഞ്ഞ് അവൾ എന്നെ തല്ലി. അപ്പോൾ ഞാൻ ദൂരെ നിന്നും അച്ഛൻ നടന്നു വരുന്നതും കണ്ടു. അവൾക്കെടുത്തു കൊടുത്ത് പറഞ്ഞു വിട്ടു. അന്ന് രാത്രി അവൾ വാട്സപ്പ് മെസ്സേജ് അയച്ചു. നീ ഇന്ന് രാവിലെ ശരിക്കും പറഞ്ഞതാണോ? അതോ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? അല്ല, ഞാൻ സത്യം തന്നെ പറഞ്ഞതാ. ഒരു ഫോട്ടോ തരുമോ? എന്തിനാ മോനെ? ചുമ്മാ നിന്നൊന്ന് കണ്ടു കിടക്കാൻ. നിൻ്റെ ആളില്ലേ ആ രഞ്ജിത്ത്? അവൻ നല്ലവണ്ണം കഷ്ടപ്പെടുന്നുണ്ടല്ലേ? എന്തിന്? അല്ല, നിൻ്റെ എല്ലാം ഒന്ന് വലുതാക്കിയെടുക്കാൻ. പോടോ, നിന്നെപ്പോലെ അലവലാതിയൊന്നുമല്ല അവൻ നിന്നെ ഒന്നും ചെയ്യാറില്ല. പിന്നെ ആരാ? നീ പോടാ. ആരും എന്നെ ഇതുവരെ തൊട്ടിട്ടില്ല. ഞാൻ സഹായിക്കണോ? വേണ്ട, പോതി മനസ്സിലിരിക്കട്ടെ. നിൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം. എന്നാൽ ശരി. ശരി. അവൾ വളയുമെന്ന് മനസ്സിലായി. ഒരു പ്രതീക്ഷിച്ച് എനിക്ക് അവളുടെ മറുപടി കുറച്ച് സന്തോഷമുണ്ടാക്കി. ഞാൻ ഇന്ന് കണ്ട പെൺകുട്ടി ഓർത്തു കിടന്നു. കൂട്ടുകാരെ, ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ നല്ല കഥകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞു തരുന്നതാണ്. ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്വന്തം മഞ്ജു. ബൈ.